ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഐഷ സ്ട്രീം വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കിയെടുക്കുന്നത് തലശ്ശേരി ബിരിയാണിയുടെ മസാലയാണ്. ബിരിയാണിയിൽ നമ്മൾ കേട്ടിട്ടുള്ളതിലും കഴിച്ചിട്ടുള്ളതിലും വെച്ചിട്ട് ഏറ്റവും ടേസ്റ്റുള്ള ബിരിയാണി എന്ന് പറയുന്നത് തലശ്ശേരി ബിരിയാണിയാണ്. ആ ബിരിയാണിക്ക് ഇത്രയും ടേസ്റ്റ് കൂട്ടുന്നത് അതിൻ്റെ ആ ഒരു മസാലയാണ്. അത് സാധാരണ ഒരു ഗരം മസാലയല്ല, നമുക്ക് കടയിൽ നിന്നും വാങ്ങിക്കാൻ കിട്ടുന്ന ഗരം മസാല പൗഡർ ഇല്ലേ, അതുപോലത്തെ ഒരു മസാലയല്ല അത്. ഈ ഒരു മസാല കൊണ്ട് നിങ്ങൾക്ക് ഏത് ബിരിയാണി വേണമെങ്കിലും, അതായത് ചിക്കനോ മട്ടനോ ബീഫോ ഫിഷോ ഏത് ബിരിയാണി വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാനിന്നിവിടെ ഈ മസാല കൊണ്ട് തലശ്ശേരി ഫിഷ് ദം ബിരിയാണി കൂടി തയ്യാറാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു നോക്കൂ കേട്ടോ. എന്നിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും, അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. ബിരിയാണി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം സ്പൈസസ് ഒക്കെ ഒന്ന് ചൂടാക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഫ്ലെയിം ഓൺ ആക്കിയിട്ടില്ല കേട്ടോ. സ്പൈസസ് ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി. അപ്പോൾ ഞാൻ ഈ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ പെരുംജീരകം, അതായത് വലിയ ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, അതായത് നല്ല ജീരകമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ സാജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ജീരകം ചേർത്ത് കൊടുക്കുമ്പോൾ ബിരിയാണിക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ചേർത്ത് കൊടുക്കണം കേട്ടോ. പിന്നെ 1 ടീസ്പൂൺ ഗ്രാമ്പു ആണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ ഏലക്കായ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ തക്കോലാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിവിടെ 2 എണ്ണവും പിന്നെ 1-ൻ്റെ ഒരു പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ചെറുതായതുകൊണ്ടാണ് ഞാൻ ഇത്ര എടുത്തത്. വലുതാണെങ്കിൽ 2 എണ്ണം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ 2 ജാതി പത്രികയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു വലിപ്പത്തിലുള്ള ഒരു 5-6 പട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 വറ്റൽമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മല്ലിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ജാതിക്ക, അതിൻ്റെ തോട് കളഞ്ഞിട്ട് ഇതുപോലെ പൊട്ടിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 2 ബേ ലീവ്സ് ഇതുപോലെ പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് വെളുത്ത കസ്കസ്, അതായത് പോപ്പി സീഡ്സ് എന്ന് പറയും, അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട്. അതെനിക്ക് കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതെല്ലാം ഒന്ന് ചൂടാക്കിയിട്ടെടുക്കണം. സ്പൈസസ് ഒന്നും കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൈവിടാതെ ഇളക്കി കൊടുത്തിട്ട് റോസ്റ്റ് ചെയ്തെടുക്കുക കേട്ടോ. ചെറിയ തീയിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റൊക്കെ ഒന്ന് ചൂടാക്കിയാൽ മതി. ഇപ്പോൾ ഇതെല്ലാം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അല്ലെങ്കിൽ ഇത് ഈ പാനിൽ തന്നെ വെച്ചിരുന്നാൽ ഈ പാനിൻ്റെ ചൂടുകൊണ്ട് ഇത് കരിഞ്ഞു പോകും. ഇനി ഇതൊന്ന് ചൂടാറിയതിന് ശേഷം നമുക്കിതൊരു മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കാം. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടാറി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് പൊടിച്ചെടുക്കാൻ എളുപ്പത്തിന് ഇതിൽ പട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിത് മിക്സിയുടെ ചെറിയ ജാറില്ലേ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിത് മുഴുവനായിട്ടും ഈ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ ഈ സ്പൈസസ് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണ്ട കേട്ടോ. ചെറിയൊരു തരിതരിയോട് കൂടിയിട്ട് പൊടിച്ചെടുത്താൽ മതി. ഇനി നിങ്ങൾ ചിക്കൻ കൊണ്ടോ മട്ടൻ കൊണ്ടോ ബീഫ് കൊണ്ടോ അല്ലെങ്കിൽ മീൻ കൊണ്ടൊക്കെ ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിൽ ഈ ഒരു മസാല ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നിവിടെ ഈ മസാല കൊണ്ട് തലശ്ശേരി ഫിഷ് ദം ബിരിയാണിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ നെയ്മീനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇത് ഞാൻ നല്ല പോലെ കഴുകിയിട്ട് ഇതിലെ വെള്ളമൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഈ മീനിലേക്കുള്ള മസാല റെഡിയാക്കാനായിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് 1 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഈ മീനിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ 1 ഹാഫ് ചെറുനാരങ്ങയുടെ നീരാണ് ചേർത്ത് കൊടുക്കുന്നത്. ഉപ്പും പുളിയൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് ടൈറ്റായിട്ടുള്ള പേസ്റ്റാക്കി എടുക്കണ്ട കേട്ടോ. കുറച്ചൊരു ലൂസായിട്ടുള്ള പേസ്റ്റാക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഈ ഒരു ലൂസിൽ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്.
അപ്പോൾ ഞാൻ ഈ മീനിൽ നിന്നും ഒരു 3 കഷ്ണം മാറ്റി വെക്കുകയാണ്. ഇത് എന്തിനാണെന്ന് വെച്ചാൽ ഞാൻ പിന്നീട് പറഞ്ഞു തരാം കേട്ടോ. ഇനി ഈ മസാല നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ഈ മീനിലേക്ക് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ മസാല തേച്ച് പിടിപ്പിക്കും പോലെ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം ഞാനിവിടെ എല്ലാ മീൻ കഷ്ണത്തിലും മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ മാറ്റി വെച്ച മീൻ കഷ്ണങ്ങളില്ലേ, അതിലും കൂടി ഞാൻ ബാക്കിയുള്ള മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. മസാല തേച്ചതിന് ശേഷം ഈ മീൻ കഷ്ണങ്ങൾ ഞാൻ ഈ പ്ലേറ്റിലേക്ക് തന്നെ വെച്ച് കൊടുക്കുകയാണ്. ഇനി ഈ മീനിൽ ഉപ്പും പുളിയും എരിവൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഞാനിത് മസാലയൊക്കെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഈ മീനിൽ മസാലയൊക്കെ പിടിച്ച് വരുമ്പോഴേക്കും നമുക്ക് ബിരിയാണിക്കുള്ള ചോറ് റെഡിയാക്കിയെടുക്കാം. ചോറ് റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ജീരകശാല റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഈ ചോറ് വെള്ളം വറ്റിച്ചിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഈ കപ്പ് കൊണ്ട് അളന്നെടുക്കുന്നത് കേട്ടോ. ഈ ഒരു കപ്പിന് 4 കപ്പ് റൈസാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഞാൻ ഈ അരി വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടൊന്നുമില്ല കേട്ടോ. നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു സ്ട്രെയിനറിലിട്ട് വെള്ളം വാർത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ വെളിച്ചെണ്ണയുടെ കൂടെ 2.5 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് 2 പീസ് പട്ട, ഒരു 5-6 ഏലക്ക, ഒരു 5 ഗ്രാമ്പൂവും ചേർത്ത് കൊടുക്കുക. ഇനി ഈ സ്പൈസസ് ഈ നെയ്യിലിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് നമ്മൾ വെള്ളം വാർത്തെടുത്ത് വെച്ച അരി ചേർത്ത് കൊടുക്കുക. ഇനി ഈ അരി ഈ നെയ്യിലിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. ഇതുപോലെ റോസ്റ്റ് ചെയ്തെടുത്താൽ നമുക്ക് ചോറ് ഒട്ടും ഒട്ടിപ്പിടിക്കാതെയും കുഴഞ്ഞു പോവാതെയും നല്ല പെർഫെക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഞാനിത് 2 മിനിറ്റ് നേരം റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ അരി വേവാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കുക. വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ചേർത്ത് കൊടുക്കണം കേട്ടോ. നമ്മളിവിടെ 4 കപ്പ് റൈസല്ലേ എടുത്തിട്ടുള്ളത്. അപ്പോൾ 4 കപ്പ് റൈസിന് ഇരട്ടി വെള്ളം ചേർത്ത് കൊടുക്കാതെ ഒരു 1/4 കപ്പ് വെള്ളം കുറച്ചിട്ട് ഒരു 7.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ചോറ് കുഴഞ്ഞു പോവാതെ പെർഫെക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നിങ്ങൾ 4 കപ്പ് റൈസിന് 7.25 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിവിടെ ഈ ചോറ് റൈസ് കുക്കറിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഞാനിത് റൈസ് കുക്കറിൽ റെഡിയാക്കി എടുക്കുന്നതായതുകൊണ്ട് 4 കപ്പ് റൈസിന് ഇരട്ടി വെള്ളത്തിൽ നിന്നും 1/2 കപ്പ് വെള്ളം കുറച്ചിട്ട് 7.5 കപ്പ് വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഈ റൈസിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/2 ചെറുനാരങ്ങയുടെ നീര് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നാരങ്ങ നീര് ചേർത്ത് കൊടുത്താൽ റൈസ് ഒട്ടും കുഴഞ്ഞു പോകാതെ പെർഫെക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടും. നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നിങ്ങളിതിലെ വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് വറ്റിച്ചെടുക്കുകയാണെങ്കിൽ അങ്ങനെ വറ്റിച്ചെടുക്കുക കേട്ടോ. ഞാനിത് റൈസ് കുക്കറിൽ വേവിച്ചെടുക്കുക ആയതുകൊണ്ട് വെള്ളം വറ്റിച്ചെടുക്കുന്നില്ല. ഇതിൽ അരിയും വെള്ളവും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വന്നതിന് ശേഷം ഫ്ലെയിം ഓഫാക്കിയിട്ട് ഞാനിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ അരിയും വെള്ളവും കൂടി നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ പാത്രം അടച്ച് വെച്ചിട്ട് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനിത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ റൈസ് കുക്കറിൽ വെക്കുകയാണെങ്കിൽ അടിയിൽ പിടിക്കുമെന്ന ടെൻഷനും വേണ്ട. നമ്മൾ കറക്റ്റായിട്ട് വെള്ളം ചേർത്ത് കൊടുത്തതുകൊണ്ട് ചോറ് കുഴഞ്ഞു പോകാതെ പെർഫെക്റ്റായിട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. പിന്നെ അതുമല്ല നമുക്ക് സമയവും ലാഭിക്കാം, ഒപ്പം ഗ്യാസും ലാഭിക്കാം. അപ്പോൾ ഈ ചോറ് വെന്ത് വരുമ്പോഴേക്കും നമുക്ക് ഈ ബിരിയാണിയിലേക്കുള്ള മസാല റെഡിയാക്കി എടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചെടുക്കണം. അതിനായിട്ട് ഞാൻ ഇതെല്ലാം ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ഒരു സവാള നേരിയതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ സവാള നല്ല ഗോൾഡൻ കളറാകുന്നത് വരെ ഫ്രൈ ചെയ്തിട്ട് എടുക്കുക. ഇത് നമ്മൾ ബിരിയാണി ദം ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാനുള്ളതാണ്. ഇപ്പോൾ സവാള ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കാഷ്യൂ നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. കാഷ്യൂ നട്ട്സ് ചേർത്ത് കൊടുത്തതിന് ശേഷവും അതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക.
പിന്നെ ഇതിലേക്ക് കുറച്ച് കിസ്മിസാണ് ചേർത്ത് കൊടുക്കുന്നത്. കിസ്മിസ് നന്നായിട്ടൊന്ന് വീർത്ത് വന്നാൽ പിന്നെ നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇപ്പോൾ കിസ്മിസൊക്കെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്നും എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് ഇത് ഇതുപോലെ ഒന്ന് പരത്തിയിട്ട് കൊടുക്കുക കേട്ടോ. ഇപ്പം നമ്മുടെ മീനിൽ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഈ പാനിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വലിയൊരു പാത്രം എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒറ്റ ട്രിപ്പിൽ തന്നെ ഈ മീൻ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ അതുമല്ല നമുക്ക് ഈ പാത്രത്തിൽ തന്നെ മസാല ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഈ മീൻ കഷ്ണങ്ങൾ മുഴുവനും ഈ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സാധാരണ മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പോൾ ഇതിൻ്റെ ഒരു വശം ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം. ഈ മീൻ നന്നായിട്ട് അങ്ങോട്ട് മുരിപ്പിച്ചിട്ട് എടുക്കൊന്നും വേണ്ട കേട്ടോ. രണ്ട് വശവും നന്നായിട്ടൊന്ന് ഫ്രൈ ആയി കിട്ടിയാൽ മതി. ചിക്കൻ ബിരിയാണി ആണെന്നുണ്ടെങ്കിൽ ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് മസാലയിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. ബീഫോ മട്ടനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ആദ്യം ഒന്ന് കുക്കറിലിട്ടൊന്ന് വേവിച്ചതിന് ശേഷം മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പം ഞാൻ ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റേ വശവും ഫ്രൈ ആയി വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ഇപ്പം മീനിൻ്റെ രണ്ട് വശവും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഞാനിത് എണ്ണയിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റുകയാണ്. ഇനി ഈ എണ്ണയിൽ തന്നെയാണ് കേട്ടോ നമ്മൾ മസാലയും ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. നമ്മൾ ഈ മീൻ ഫ്രൈ ചെയ്തെടുത്ത ഈ സെയിം പാത്രത്തിലേക്ക് തന്നെ ഒരു ടേബിൾ സ്പൂൺ ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കുകയാണ്. എണ്ണ ചൂടായിട്ട് വന്നതിന് ശേഷം ഇതിലേക്ക് 4 മീഡിയം സൈസിലുള്ള സവാള നീളത്തിൽ കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ സവാള നല്ല സോഫ്റ്റായിട്ട് വഴന്നു വരുന്നത് വരെ വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്ന് വഴന്നു വരാൻ വേണ്ടിയിട്ട് ഞാൻ ഈ മസാലയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ കൂടി പോകരുത് കേട്ടോ. കാരണം നമ്മൾ മീൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടാണ്. അപ്പോൾ ഈ മസാലയിലേക്കുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ഈ സവാള നല്ല സോഫ്റ്റായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ചെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ആ റോ ടേസ്റ്റ് ഒന്ന് പോകുന്നത് വരെ വഴറ്റിയെടുക്കുക. 1 മിനിറ്റൊക്കെ ഒന്ന് വഴറ്റുമ്പോഴേക്കും ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഒക്കെ ആ റോ ടേസ്റ്റൊക്കെ ഒന്ന് പോയി കിട്ടും. ഇനി ഞാൻ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നെ ഇതിലേക്ക് 3 മീഡിയം സൈസിലുള്ള തക്കാളി ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ തക്കാളി നല്ല സോഫ്റ്റായിട്ട് വഴന്നു വരുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിവെച്ച മീൻ കഷ്ണങ്ങളില്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ മീൻ വെന്തിട്ട് ഇതിൻ്റെ സത്തൊക്കെ ഈ മസാലയിലേക്ക് ഇറങ്ങിയാൽ ഈ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. മീനിട്ട് കൊടുത്തതിന് ശേഷവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഈ തക്കാളിയും മീനൊക്കെ നന്നായിട്ട് വെന്ത് വരാൻ വേണ്ടിയിട്ട് ചെറിയ തീയിലിട്ടിട്ട് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഒരു 2 മിനിറ്റൊക്കെ അടച്ച് വെച്ച് വേവിക്കുമ്പോഴേക്കും ഈ തക്കാളിയും മീനൊക്കെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും കേട്ടോ. അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ ഈ തക്കാളിയും മീൻ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ മീൻ കഷ്ണത്തിലെ മുള്ള് ഇതുപോലെ എടുത്ത് മാറ്റുക. എന്നിട്ട് ഈ മീൻ കഷ്ണം ഇതുപോലെ നന്നായിട്ടൊന്ന് ഉടച്ച് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഈ മസാലയ്ക്ക് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഫിഷ് ബിരിയാണിക്ക് മസാല ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ അറിയാം ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന്. ഇപ്പം ഞാൻ ഈ മീൻ കഷ്ണങ്ങളൊക്കെ ഈ മസാലയിൽ നന്നായിട്ട് ഉടച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ബിരിയാണി മസാലപ്പൊടി ഇല്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിതൊരു 3/4 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും ചെറുതായി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതൊക്കെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം ഈ മസാലയിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കുക. ഇതുപോലെ പരത്തി വെച്ച് കൊടുക്കണം കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുക്കുകയാണെങ്കിൽ മീൻ കഷ്ണങ്ങൾ പൊടിഞ്ഞു പോവുകയില്ല, മസാല നന്നായിട്ട് ഈ മീൻ കഷ്ണത്തിൽ പിടിക്കുകയും ചെയ്യും.
ഇനി ഒരു സ്പൂണ് കൊണ്ട് ഈ മസാല ഈ മീൻ കഷ്ണത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ആക്കി കൊടുക്കുക. ഇത് മീനാണല്ലോ, അപ്പോൾ നമുക്കിത് ചിക്കനും മട്ടനൊക്കെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ മിക്സ് ചെയ്തെടുക്കാൻ പറ്റില്ല. അങ്ങനെ മിക്സ് ചെയ്തെടുത്താൽ ഈ മീനൊക്കെ പൊടിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ മീൻ പെർഫെക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടും. മീൻ കഷ്ണത്തിൻ്റെ മുകളിലേക്ക് ഇതുപോലെ മസാല ആക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് 2 മിനിറ്റ് ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. മസാല റെഡിയായി വന്നപ്പോഴേക്കും നമ്മൾ റൈസ് കുക്കറിൽ വെച്ചിരുന്ന ചോറ് പെർഫെക്റ്റായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ അടുപ്പത്ത് വെച്ചിട്ട് തന്നെയാണ് ഈ ചോറിലെ വെള്ളം വറ്റിച്ചെടുക്കുന്നതെങ്കിൽ മസാല റെഡിയാക്കിയതിന് ശേഷം ചോറ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. എന്നാലേ നമുക്കിത് ചൂടോട് കൂടിയിട്ട് ദം ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ചോറിനും മസാലയ്ക്കും ഒരേ ചൂടുണ്ടായെങ്കിലേ നമുക്ക് പെർഫെക്റ്റായിട്ട് ദമ്മായി കിട്ടുള്ളൂ. നമ്മളിതിൽ കറക്റ്റായിട്ട് വെള്ളം വെച്ച് കൊടുത്തത് കൊണ്ട് തന്നെ ഈ ചോറ് ഒട്ടും കുഴഞ്ഞു പോവാതെ നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ മീൻ ഇവിടെ ചെറിയ തീയിലിട്ട് വെച്ചിട്ട് 2 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഈ മീനിൽ മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. പിന്നെ ഈ മീനിലെ ഫ്ലേവർ ഈ മസാലയിലേക്ക് നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഈ മസാലയിൽ നിന്നും ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം. ചിക്കനോ മട്ടനോ ബീഫൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എടുത്ത് മാറ്റേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ മുകളിലേക്ക് നേരെ ചോറിട്ട് കൊടുത്താൽ മതി. ഇത് മീനായതുകൊണ്ട് പൊടിഞ്ഞു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ എടുത്ത് മാറ്റുന്നത്. അപ്പോൾ ഞാനിവിടെ ഈ മീനൊക്കെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഈ മസാലയിൽ നിന്നും കുറച്ച് ഓയിൽ ഞാനൊരു ബൗളിലേക്ക് എടുത്ത് മാറ്റുന്നുണ്ട്. ഇത് നമ്മൾ ചോറ് ദം ചെയ്തെടുക്കുമ്പോൾ അതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാനുള്ളതാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ മീനിൻ്റെ ഫ്ലേവറൊക്കെ ആ ചോറിൽ നന്നായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇത്രയും ഓയിലാണ് കേട്ടോ ഇതിൽ നിന്നും എടുത്ത് മാറ്റിയിട്ടുള്ളത്. ഇനി ഞാൻ ഈ മസാലയിൽ നിന്നും പകുതി മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. നമ്മൾ ഈ മസാല 2 ലെയറായിട്ടാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ബിരിയാണി സെർവ് ചെയ്യാൻ എളുപ്പമാണ്. ഇനി ബാക്കിയുള്ള മസാല ഈ പാത്രത്തിൽ ഇതുപോലെ പരത്തി കൊടുക്കുക. ഇനി ഈ മസാലയുടെ മുകളിലേക്ക് നമ്മൾ വേവിച്ചെടുത്ത റൈസ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ചെറിയ തീയിൽ വെച്ചിട്ടാണ് കേട്ടോ റൈസ് ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. റൈസ് ഇട്ട് കൊടുക്കുമ്പോൾ ഇതുപോലെ പരത്തി കൊടുക്കണം കേട്ടോ. ഇനി ഇതിന് മുകളിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ബിരിയാണി മസാല ഇതുപോലെ ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയിലയും പുതിനയിലയും ചെറുതായി കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്തെടുത്ത സവാളയും അണ്ടിപ്പരിപ്പും കിസ്മിസുമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിന് മുകളിൽ വീണ്ടും ചോറിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ച മസാല മുഴുവനായിട്ടും ഇട്ട് കൊടുക്കുക. മസാല ഇട്ട് കൊടുത്തതിന് ശേഷം ഈ ചോറിൻ്റെ എല്ലാ ഭാഗത്തും ഈ മസാല ആവുന്ന രീതിയിലൊന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഇതിന് മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടി കട്ട് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ റൈസ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് ഇതുപോലെ പരത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ പൊടിച്ചെടുത്ത ബിരിയാണി മസാലയും മല്ലിയിലയും പുതിനയിലയും ഒക്കെ ചേർത്ത് കൊടുക്കുക. ഇപ്പം നമ്മൾ വേവിച്ചെടുത്ത റൈസ് മുഴുവനും ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്കും ബിരിയാണി മസാലയും മല്ലിയിലയും പുതിനയിലയും ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മസാലയിൽ നിന്നും എടുത്ത് മാറ്റി വെച്ച ഓയിലില്ലേ അത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിന് മുകളിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഗീ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ലാസ്റ്റ് ചോറിന് മുകളിൽ മീൻ കഷ്ണങ്ങൾ ഇതുപോലെ വെച്ച് കൊടുക്കുക. ഇപ്പം ഞാൻ മീൻ കഷ്ണങ്ങൾ മുഴുവനും ഈ ചോറിന് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ട് ദം ചെയ്തെടുക്കുക. അടപ്പിന് ഇതുപോലത്തെ ഹോൾ ഉണ്ടെങ്കിൽ ആവി പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു ഫോയിൽ പേപ്പറിൻ്റെ കഷ്ണം ചുരുട്ടിയിട്ട് അതാണ് കേട്ടോ ഈ ഹോളിൽ വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ നല്ല ടൈറ്റായിട്ടുള്ള മൂടി കൊണ്ട് തന്നെ അടച്ച് വെക്കണം കേട്ടോ. ടൈറ്റായിട്ടുള്ള മൂടി അല്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ ഒരു അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തിട്ട് അടച്ച് വെച്ചാൽ മതി. അപ്പോൾ ടൈറ്റായിട്ട് ഇരുന്നോളൂ കേട്ടോ. 10 മിനിറ്റിന് ശേഷം ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷവും ഇതൊരു 15 മിനിറ്റ് നേരം തുറക്കാതെ ഇതുപോലെ തന്നെ വെക്കുക. അപ്പോഴാണ് നമുക്കിത് പെർഫെക്റ്റായിട്ട് ദമ്മായി കിട്ടുള്ളൂ.
അപ്പോൾ നമുക്കിവിടെ ഈ ബിരിയാണി മസാലയിൽ നിന്നും 2 ടേബിൾ സ്പൂൺ മാത്രമാണ് കേട്ടോ ഈ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള മസാലപ്പൊടി ഒരു എയർ ടൈറ്റുള്ള കണ്ടെയ്നറിൽ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് പിന്നീട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാവുന്നതാണ്. തലശ്ശേരി ബിരിയാണിക്ക് അതിൻ്റേതായ ആ ഒരു ടേസ്റ്റ് കൊടുക്കുന്നത് ഈ ബിരിയാണി മസാലയാണ്. നമ്മളിത് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഒരിക്കലും ഇത്ര ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ മസാല ഉണ്ടാക്കിയിട്ട് ബിരിയാണി ഉണ്ടാക്കി നോക്കൂ കേട്ടോ. എന്നിട്ട് അതിൻ്റെ അഭിപ്രായം നമ്മുടെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാനും മറക്കരുത്. ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് നോക്കാം. തുറക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി നമുക്കിതിൻ്റെ മുകളിൽ നിന്നും ഈ മീൻ കഷ്ണങ്ങൾ ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ചോറ് ഒരു സൈഡിൽ നിന്ന് മിക്സാക്കിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമ്മൾ 2 ലെയറായിട്ട് മസാല ഇട്ട് കൊടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ ബിരിയാണി ഒന്നിച്ചങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു സൈഡിൽ നിന്നും ഇതുപോലെ ആവശ്യത്തിനനുസരിച്ച് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചോറും മസാലയും ഇതുപോലെ സെർവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇതുപോലെ ചോറും മസാലയും കൂടിയാണ് കേട്ടോ തലശ്ശേരി ബിരിയാണി സെർവ് ചെയ്യുക. ഈ ബിരിയാണി എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ ഇത് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ട് ദമ്മിടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇതുവരെ ബിരിയാണി ഉണ്ടാക്കാത്തവർക്ക് പോലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ബിരിയാണി റെസിപ്പിയാണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിയിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകരുത് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് അതിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഞാൻ പുതിയ റെസിപ്പീസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പുതിയ റെസിപ്പീസുമായി ഞാൻ വീണ്ടും വരാം. താങ്ക്